ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളം ഇൻ്റഗ്രേഷൻ്റെ ഒന്നാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. പ്രവർത്തനം 1. ആമിയുടെ ഡയറി. വായിക്കൂ, കണ്ടെത്തി എഴുതും. ആമിയുടെ ഡയറി. ശ്രദ്ധിക്കുക, ഈ ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആമിയുടെ ഡയറി. ഞാൻ ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോയി. വീടിന് മുന്നിൽ വലിയ തോട്ടമുണ്ട്. മാവും പേരയും ചാമ്പയും തെങ്ങും കവുങ്ങും ധാരാളമുള്ള തോട്ടം. ചാടിക്കളിക്കുന്ന അണ്ണാനും പറന്നു കളിക്കുന്ന കിളികളും ഉണ്ട്. തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു. ചിലന്തി വലയിൽ വലിയ ചിലന്തിയെ കണ്ടു. ഞാനും ജാനിയും പേരയ്ക്കയും ചാമ്പയ്ക്കയും തിന്നു. ഞാനിന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോയി. വീടിന് മുന്നിൽ വലിയൊരു തോട്ടമുണ്ട്. അവിടെ എന്തൊക്കെയുള്ളത് നോക്കിയേ. മാവും പേര ചാമ്പ തെങ്ങ് കവുങ്ങ് ഒക്കെ ഉള്ള ഒരു തോട്ടമാണ്. അവിടെ ആരൊക്കെ കണ്ടെന്ന് നോക്കി. ചാടിക്കളിക്കുന്ന അണ്ണാനുണ്ട്, പറന്ന് കളിക്കുന്ന കിളികളുണ്ട്, തെങ്ങിൻ്റെ പൊത്തിലൊരു തത്തയെ കണ്ടു, ചിലന്തി വലയിൽ വലിയൊരു ചിലന്തിയെയും കണ്ടു. ഞാനും ജാനയും പേരയ്ക്കയും ചാമ്പയ്ക്കയും തിന്നു. ഇനിയാണ് ചോദ്യം വരുന്നത്. അമ്മാവൻ്റെ വീട്ടിൽ പോയത് ആരാണ്? ഒന്നാമത്തെ ചോദ്യമാണ്. അമ്മാവൻ്റെ വീട്ടിൽ പോയത് ആരാണ്? ആമി. ആമിന്ന് എഴുതാതെ നമ്മൾ ഹെഡിങ് ശ്രദ്ധിക്കണം. ആമിയുടെ ഡയറിയാണ്. അപ്പം ആമി അമ്മാവൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളാണ് പറയുന്നത്. അണ്ണാൻ എന്താണ് ചെയ്യുന്നത്? അണ്ണാൻ എന്താ ചെയ്യുന്നത്? അണ്ണാൻ ചാടിക്കളിക്കുന്നു. ഉത്തരം എഴുതുക. ചാടിക്കളിക്കുന്നു. ചിലന്തി എവിടെയാണുള്ളത്? ചിലന്തി എവിടെയുള്ളത്? ചിലന്തിയെ ചിലന്തി വലയിലാണ് കണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നെ എന്താ ആൻസർ? ചിലന്തി വലയിൽ നിന്ന് എഴുതാം. തോട്ടത്തിലുള്ള ഏതെങ്കിലും 2 മരങ്ങളുടെ പേരെഴുതുക. തെങ്ങ്, ചാമ്പ. ഈ ചിത്രത്തിന് യോജിച്ച വരി കണ്ടെത്തി എഴുതുക. അവിടെ ഒരു പൊത്തിന്ന് തത്ത നോക്കുന്നുണ്ട്. അതെന്താ? തത്ത പുറത്തേക്ക് തല നീട്ടി എത്തി നോക്കുന്നു എന്ന് എഴുതാം. ഇനി പ്രവർത്തനം 2. അഴകുള്ള തോട്ടം. നിറം നൽകുക. ഇവിടെ ഒരു തോട്ടത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. തെങ്ങും കവുങ്ങും വീടും മാവും മാങ്ങയൊക്കെ ആയിട്ട് പക്ഷികളും അണ്ണാനൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ തത്തമ്മയുണ്ട്. ഇതിനൊക്കെ നല്ല ഭംഗിയിലുള്ള ഒരു നിറങ്ങൾ കൊടുക്കുക. അതിന് യോജിച്ച നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കുക ചിത്രം. അതാണ് പ്രവർത്തനം 2. പ്രവർത്തനം 3. ഇവർ ആരെല്ലാം? പറയുന്നതാര്? ജീവികളുടെ പേരെഴുതും. ഇവിടെ കുറച്ച് കൂടിൻ്റെ സവിശേഷത കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആരാണ് അവനവൻ്റെ കൂടിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മരത്തിൽ കൂടുണ്ടാക്കും. വാഴനാര്, പഞ്ഞി എന്നിവ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. മരത്തിൽ കൂടുണ്ടാക്കും. വാഴനാരും പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്. ആരാണ് ആ ജീവി? ഏത് ജീവിയാണ്? അണ്ണാനാണ്. അണ്ണാന്ന് എഴുതി കൊടുക്കാം. മെഴുക് കൊണ്ടുള്ള കൂട്. കൂട്ടിൽ ഒത്തിരി അറകളുണ്ട്. മെഴുക് കൊണ്ടുള്ള കൂടെന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കുക. തേനീച്ചയാണ്. അപ്പോൾ മെഴുക് കൊണ്ടുള്ള കൂട്. കൂട്ടിൽ ഒത്തിരി അറകളുണ്ട്. ഉത്തരം തേനീച്ച. മണ്ണ് തുരന്ന് മാളമുണ്ടാക്കും. ആ മാളത്തിലാണ് താമസിക്കുന്നത്. മാളത്തിൽ കുറേ അറകളുണ്ട്. മണ്ണ് തുരന്നിട്ട് മാളുണ്ടാക്കും. ആ മാളത്തിലാണ് താമസിക്കുന്നത്. മാളത്തിന് കുറേ അളകളുണ്ട്. ഉത്തരം എലി. ഇനി അവിടെ 2 ജീവികൾ തന്നിട്ടുണ്ട്. ഉറുമ്പിനെയും കാക്കിനെയും തന്നിട്ടുണ്ട്. ഇനി അവരെന്തായിരിക്കും അവരുടെ കൂടിനെ പറ്റി പറയുന്നത് നോക്കാം. ഉറുമ്പ് ഇലകൾ കൂട്ടിച്ചേർത്ത് കൂടുണ്ടാക്കും. കൂട്ടമായിട്ട് താമസിക്കും. കാക്ക മരക്കൊമ്പിൽ കൂടുണ്ടാക്കും. കമ്പ്, നാര് എന്നിവ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. അതാണ് കാക്കനെ കുറിച്ച് പറയുന്നത്, കൂടിൻ്റെ സവിശേഷത. പ്രവർത്തനം 4. ചാമ്പയ്ക്കയും പേരയ്ക്കയും ആകെ എത്രയെന്ന് കണ്ടെത്തും. ആമിക്കും ജാനിക്കും തിന്നാൻ നൽകിയത്. ആമിക്കും ജാനിക്കും പേരയ്ക്കയും ചാമ്പയ്ക്കയും ഒക്കെ തിന്നാൻ കൊടുത്തു, കഴിക്കാനായിട്ട് കൊടുത്തു. ജാനിക്ക് 8 പേരയ്ക്ക കൊടുത്തു. ആമിക്ക് 12 പേരയ്ക്ക കൊടുത്തു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്രയാണ് ആകെ കാണാനായിട്ട്? ആകെ എത്ര പേരയ്ക്ക 2 പേരും കൂടെ കൊടുത്തു? 8. 12 കൂടെ 8 പ്ലസ് ചെയ്യാം. അപ്പോൾ 20 കിട്ടും. 20 എഴുതി കൊടുക്കാം. ഇനി ചാമ്പയ്ക്ക. ജാനിക്ക് 6 ചാമ്പയ്ക്ക കൊടുത്തു. ആമിക്ക് 7 ചാമ്പയ്ക്കയും കൊടുത്തു. അപ്പോൾ 6 കൂടെ 7 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 13 കിട്ടും. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയത്. ജാനിക്ക് 9 പേരയ്ക്ക ജാനി വീട്ടിലേക്ക് കൊണ്ടുപോയി. ആമി 9 പേരയ്ക്കയും കൊണ്ടുപോയി. അപ്പോൾ 2 പേരും കൂടെ, ആമിയും ജാനിയും കൂടെ എത്ര പേരയ്ക്കാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്? 18.
ജാനി 5 ചാമ്പയ്ക്ക കൊണ്ടുപോയി, ആമി 9 ചാമ്പയ്ക്ക കൊണ്ടുപോയി. 2 പേരും കൂടെ എത്ര ചാമ്പയ്ക്കയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്? 14. തിന്നാൻ നൽകിയ 8 പേരയ്ക്കയിൽ 3 എണ്ണം മാത്രമേ ജാനി തിന്നുള്ളൂ എങ്കിൽ അതിൽ എത്ര എണ്ണം ബാക്കിയുണ്ടാവും? തിന്നാനായിട്ട് കൊടുത്തത് എത്ര എണ്ണമാണ്? 8 എണ്ണം. തിന്നത് എത്ര എണ്ണമാണ്? 3 എണ്ണം. അപ്പോൾ 8ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. 3 മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് ബാക്കി എത്ര ഉണ്ട്? 5. പ്രവർത്തനം 5. തിളങ്ങുന്ന പൂക്കൾ. ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു? എഴുതു, നിറം നൽകൂ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിന് യോജിച്ച നിറങ്ങൾ കൊടുക്കുക. മേഘവും ചന്ദ്രനും നക്ഷത്രങ്ങളും മരങ്ങളും മുയലും തുമ്പിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് യോജിച്ച നിറങ്ങൾ നൽകാം. ഇനി അതിനെക്കുറിച്ച് എഴുതാം, എന്താണ് അതിൽ കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതാം. അമ്പിളി മാമനെയും നക്ഷത്രങ്ങളെയും കാണാം. മുയൽ ഊഞ്ഞാല ആടുന്നുണ്ട്. മരത്തിൽ നിറയെ നക്ഷത്രങ്ങൾ കാണാം. അമ്പിളിയമ്മാവൻ തുഴയുന്നത് കാണാം. ചിരിക്കുന്ന മേഘങ്ങൾ, ഊഞ്ഞാലാടുന്ന തുമ്പി, ഊഞ്ഞാലാടുന്ന മുയൽ, അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം, നിറം നൽകാം.